കൃഷ്ണ ടൈംസ്. അപ്പോൾ ഈ പറഞ്ഞ ജൂൺ 27-ാം തീയതി നമ്മുടെ കൽക്കി 289 AD എന്നൊരു മൂവി റിലീസാകാൻ പോവുകയാണ്. അപ്പോൾ ഈ ഒരു പടത്തിനെ പറ്റിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. സോ വീഡിയോ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. നേരെ വീട്ടിലോട്ട് കിടക്കാം. അപ്പോൾ ആദ്യം എനിക്ക് ഈ പടത്തിൽ അങ്ങനെ വലിയൊരു എക്സ്പെക്റ്റേഷൻ ഒന്നും ഇല്ലായിരുന്നു. കാരണം ഇപ്പോൾ ഇതിന് മുമ്പേ വന്ന പ്രഭാസിൻ്റെ പടങ്ങളൊക്കെ നമുക്കറിയാം. ആദിപുരുഷായാലും സലാറായാലും എല്ലാം പോലെയായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു പടവും അതേപോലെയൊക്കെ ആവുമെന്നൊക്കെ ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ ഇതിൻ്റെ ആ ഒരു ട്രെയിലറൊക്കെ കണ്ടപ്പം ഇതിൻ്റെ ക്വാളിറ്റി എനിക്ക് മനസ്സിലായി, ഭയങ്കരമായിട്ടുണ്ട്. സോ എന്തോ ഒന്ന് ഈ പടത്തിനുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ പ്രതീക്ഷയ്ക്കുള്ള വകകൾ ഈ മൂവിക്കുണ്ടെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നുണ്ട്. അപ്പം ഇത് ഉറപ്പായിട്ടൊരു നല്ലൊരു മൂവി ആവാൻ തന്നെയാണ് സാധ്യത കൂടുതലായിട്ടുള്ളത്. കാരണം പടത്തിൻ്റെ ക്വാളിറ്റി നമുക്ക് ഇതിൽ ക്ലിയറായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എനിക്കിതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഇതിൻ്റെ ഒരു കോൺസെപ്റ്റാണ്. അതായത് കൽക്കി എന്ന കോൺസെപ്റ്റും അതേപോലെ തന്നെ മഹാഭാരതമായിട്ടൊരു കണക്ഷനും ആൻഡ് ആ ഒരു ഫ്യൂച്ചറിക്ക് വേൾഡും എല്ലാം കൊണ്ട് ഈ ഒരു മൂവി സൂപ്പറായിരിക്കും തന്നെയാണ് എൻ്റെ ഒരു പ്രതീക്ഷ എന്ന് വെച്ചാൽ. ആൻഡ് വലിയൊരു കാസ്റ്റിങ് ആക്ച്വലി ഈ മൂവിയിലുണ്ട്. നമ്മുടെ അമിതാഭ് ബച്ചൻ, പ്രഭാസ് ആൻഡ് കമലഹാസൻ, ദീപിക പദുക്കോൺ, അങ്ങനെ ഒരു വലിയൊരു കാസ്റ്റിംഗ് തന്നെ മൂവിയിൽ അടങ്ങിയിട്ടുണ്ട്. അത് തന്നെ ഈ പടത്തിനൊരു വലിയൊരു പ്ലസ് പോയിൻ്റാണ്. ബട്ട് ഇത് ഒരിക്കലും ഒരു പ്രഭാസ് പടമോ അല്ലെങ്കിൽ ഒരിക്കലും കമലഹാസൻ പടമോ അങ്ങനെയൊന്നും ആവില്ല. ഇത് ഇവർക്ക് എല്ലാവർക്കും ഉള്ളൊരു മൂവിയായി തീരുന്നത്, എന്നാലേ പടം സൂപ്പറായി വരൂ. അപ്പോൾ ആരാണ് ഈ ഒരു കൽക്കി എന്ന ക്യാരക്ടർ എന്ന് നോക്കുകയാണെങ്കിൽ ആക്ച്വലി കൽക്കി എന്ന് പറയുന്നത് മഹാവിഷ്ണുവിൻ്റെ 10ാമത്തെ അവതാരമാണ്. സോ ഇതുവരെയായിട്ടും കൽക്കി അവതാരം വന്നിട്ടില്ല, ഫ്യൂച്ചറിലാണ് വരാൻ പോകുന്നത്. അപ്പോൾ ഒരു കൽക്കി എന്ന ഒരു ക്യാരക്ടർ ഇതിൽ ജനിക്കാൻ പോവുകയാണ്. കാരണം ഇതിൽ ദീപിക പദുക്കോൺ എന്ന ക്യാരക്ടർ പ്രഗ്നൻ്റ് ആണ്. അപ്പോൾ ദീപികയ്ക്ക് ജനിക്കുന്ന കൊച്ചായിരിക്കും കൽക്കി എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു കൽക്കിയെ കൊല്ലാൻ വേണ്ടി ചില ആൾക്കാർ നോക്കുന്നുണ്ട്, ഈവിലായിട്ടുള്ള ആൾക്കാർ നോക്കുന്നുണ്ട്. അപ്പോൾ അവരെ കയ്യിൽ നിന്ന് കൽക്കിയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നോക്കുന്നൊരു സ്റ്റോറി ആയിരിക്കും ഇതിൽ വരാൻ പോകുന്നത്. അതായത് ഈ ഒരു മൂവി ആക്ച്വലി ഒരു ഫ്രാഞ്ചൈസ് ആയിട്ടാണ് വരാൻ പോകുന്നത്. ഇനിയും നിറയെ പാർട്സൊക്കെ വരാനുണ്ട്. അപ്പോൾ ഈ ഒരു പാർട്ടിൽ മോസ്റ്റ്ലി കൽക്കി ജനിക്കാൻ പോകുന്നതും അല്ലെങ്കിൽ ആ കൽക്കിയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു സ്റ്റോറി ആയിരിക്കും വരാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ പ്രഭാസിൻ്റെ കഥാപാത്രം ഭൈരവ എന്നൊരു ക്യാരക്ടറായിട്ടാണ് വരാൻ പോകുന്നത്. ആൾറെഡി ഒരു സീരീസ് വന്നിട്ടുണ്ട്, ആനിമേറ്റഡ് പ്രിക്വൽ സീരീസ് വന്നിട്ടുണ്ട്. ടൈമുള്ളവർ അത് കണ്ടുനോക്കുക. അപ്പോൾ പ്രഭാസിൻ്റെ കഥാപാത്രം ഇതിലൊരു ബൗണ്ടി ഹണ്ടറായിട്ടാണ് വരാൻ പോകുന്നത്. എനിക്ക് തോന്നുന്ന ഒരു കൽക്കി എന്ന ക്യാരക്ടറിനെ കൊല്ലാൻ പറഞ്ഞ ആളായിരിക്കും പ്രഭാസ്. ആൻഡ് നമ്മുടെ അമിതാഭ് ബച്ചൻ്റെ ഒരു കഥാപാത്രം അശ്വത്ഥാത്മാവ്. സോ ആ ഒരു കഥാപാത്രം കൽക്കിയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കും സ്റ്റോറി വരാൻ പോകുന്നത്. പിന്നീട് ഇവരെല്ലാവരും കൂടി ഒരുമിച്ച് ആ ഒരു കമലഹാസൻ്റെ കഥാപാത്രത്തിനെ എതിർത്ത് നിൽക്കുന്ന സ്റ്റോറിയൊക്കെ ആയിരിക്കും വരാൻ പോകുന്നത്. സോ ഈ മൂവിയിലെ എൻഡിങ്ങിലായിരിക്കും കൽക്കി മോസ്റ്റ്ലി ജനിക്കാൻ പോകുന്നത്. സോ ആരാണ് കൽക്കിയായിട്ട് അഭിനയിക്കാൻ പോകുന്നതെന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ ചില ആൾക്കാർ പറയുന്നത് നമ്മുടെ ദുൽഖർ സൽമാൻ ആയിരിക്കും എന്ന് പറയുന്നുണ്ട്. അപ്പം നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ മോസ്റ്റ്ലി അവർ കൽക്കിയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു സ്റ്റോറി തന്നെയായിരിക്കും ഇതിൽ വരാൻ പോകുന്നത്. പിന്നെ ഇതിൽ മഹാഭാരതമായിട്ട് എന്താണ് കണക്ഷൻ എന്ന് പലരും ആലോചിക്കാൻ ചാൻസസ് ഉണ്ട്. അതാണ് അശ്വത്ഥാത്മാവ്. സോ ഈ അശ്വത്ഥാത്മാവിൻ്റെ കഥാപാത്രമായിട്ട് അമിതാഭ് ബച്ചനാണ് അഭിനയിക്കുന്നത്. അപ്പോൾ ഈ ഒരു ക്യാരക്ടറിന് മഹാഭാരത കാലഘട്ട സമയത്ത്, ആ യുദ്ധ സമയത്ത് പുള്ളിയാണെങ്കിൽ ഒരു ബ്രഹ്മാസ്ത്രം എടുത്ത് നമ്മുടെ അഭിമന്യുവിൻ്റെ ഭാര്യയുടെ വയറ്റിൽ വിട്ടുകൊടുക്കുക, കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടി. പിന്നീട് കൃഷ്ണൻ ആ കൊച്ചിനെ രക്ഷപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയം കൃഷ്ണനാണെങ്കിൽ നിറയെ ശാപങ്ങൾ ഈ ഒരു അശ്വത്ഥാത്മാവെന്ന ക്യാരക്ടറിന് കൊടുത്തിട്ടുണ്ട്. പുള്ളി ഒരു ചിരഞ്ജീവിയായിരിക്കും. ആൻഡ് പുള്ളിയുടെ നെറ്റിയിലുള്ള ഒരു കല്ലില്ലേ അതൊക്കെ എടുത്ത് കളയും, ചൂടാമണി എന്നൊക്കെ പറയും. അപ്പോൾ ആ കല്ല് എടുത്ത് കളയുന്നുണ്ട്. ആൻഡ് അങ്ങനത്തെ ശാപം കിട്ടിയിരിക്കുന്ന ഒരു കഥാപാത്രമാണ് അശ്വത്ഥാത്മാവ്. അതായത് കുഞ്ഞിനെ കൊല്ലാൻ നോക്കി കിട്ടിയ ശാപങ്ങളാണ്. അപ്പോൾ ആ ഒരു അശ്വത്ഥാത്മാവ് എന്ന കഥാപാത്രം ഇവിടെ കൽക്കിയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു സ്റ്റോറി ആയിരിക്കും വരാൻ പോകുന്നത്. അപ്പം മോസ്റ്റ്ലി അശ്വത്ഥാത്മാവിൻ്റെ ശാപം പോകുന്നതാണ് തോന്നുന്നത്. ചിലപ്പോൾ ഈ പടത്തിലെ അശ്വത്ഥാത്മാവ് മരിക്കാനും സാധ്യതയുണ്ട്. അത് നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. ആൻഡ് മഹാഭാരതമായിട്ടൊരു വലിയൊരു കണക്ഷൻ തന്നെ മൂവിയിലുണ്ട്. എനിക്ക് തോന്നുന്നു മൂവി തുടങ്ങുമ്പോഴേക്കും മഹാഭാരതം കാണിച്ചായിരിക്കാം ചിലപ്പം തുടങ്ങാൻ സാധ്യതയുള്ളതെന്നാണ് തോന്നുന്നത്. പിന്നെ ഉറപ്പായിട്ടും ഈ ഒരു ഇന്ത്യൻ മൂവീസിനെ ഇനിയും നെക്സ്റ്റ് ലെവലിലോട്ട് ആക്കാൻ സാധ്യതയുണ്ട്. കാരണം ട്രെയിലറിൽ തന്നെ നമുക്ക് ഇതിൻ്റെ ഒരു ക്വാളിറ്റിയും വിഷ്വൽസും ഒക്കെ നന്നായിട്ട് അറിയാൻ പറ്റുന്നുണ്ട്. ഉറപ്പായിട്ടും നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് തരാൻ പോകുന്ന ഒരു മൂവി തന്നെയായിരിക്കും. ആൻഡ് ഇതിൻ്റെ കോൺസെപ്റ്റാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. കൽക്കിയും നമ്മുടെ ഹിന്ദു മിത്തോളജിയുമായിട്ട് കണക്ട് ചെയ്തൊക്കെ ഗംഭീരമായിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു കാസ്റ്റിംഗ് ഉണ്ട്, നല്ലൊരു ക്വാളിറ്റി ഉണ്ട്. സോ ഉറപ്പായിട്ടും പടം സൂപ്പറായിട്ടിരിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. സോ ആരൊക്കെ മൂവി കാണാൻ പോകുന്ന കമൻറ്റ് പറഞ്ഞേക്കാം. കൂടാതെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് തന്നെ കാണുക, മറക്കാതെ സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഗൈസ്.